നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംഘപരിവാറിനെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ഈ മാധ്യമ പ്രവർത്തകയെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക്, കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും വിശ്വാസമുള്ള മാധ്യമ പ്രവർത്തകയായി ഇവർ മാറിയത് എങ്ങനെയാണ്? ആദ്യം ഇവരുടെ സംഭാഷണങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. സംഘപരിവാർ രാഷ്ട്രീയത്തോടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോട് പൊതുവെ എനിക്കൊരു പുച്ഛം തോന്നാറുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും. ഈ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സിനോട് എനിക്ക് ഒട്ടും തന്നെ അതൊരു രാഷ്ട്രീയമാണ്, അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. എനിക്കതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ്, ഇടതുപക്ഷ അനുഭാവമുള്ളയാളാണ്. കാവ്യ രാഷ്ട്രീയത്തിന് പ്രിയപ്പെട്ടവരൊക്കെ ആദരിക്കപ്പെടുന്ന പുതിയ ഇന്ത്യയിലെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊരു മനോഹര കാഴ്ച കണ്ടു. ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെ തമിഴ്നാട് സർക്കാരിന്റെ മതസൗഹാർദ്ദ പുരസ്കാരം നൽകി മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആദരിച്ചു. ഈ പറയുന്ന സംഘപരിവാറിന്റെ കടന്നുകയറ്റം വലിയ രീതിയിലുണ്ട്. അത് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലേക്കും ഫണ്ടിങ്, പ്രത്യേകിച്ചും സംഘപരിവാർ ഫണ്ടിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘപരിവാർ ഫണ്ടിങ് വരുമ്പോൾ അവർക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ജിഹുകളായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഭരണഘടന തന്നെ അപകടത്തിലാണ് സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിലെന്ന് നേരത്തെ ഈ മാധ്യമ പ്രവർത്തക പറഞ്ഞിട്ടുണ്ട്. ചരിത്രാധ്യാപികയായ KP ശശികല ടീച്ചറെ ശശികല എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് മറ്റൊരു വാദം. തുന്നൽ ടീച്ചറെയും PT മാഷിനെയും ഒക്കെ അധ്യാപകരെന്ന് അഭിസംബോധന ചെയ്യുമ്പോഴാണ് ചരിത്രാധ്യാപികയായ ഒരു അധ്യാപികയെ അവർ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിൽ അവരെ വർഗീയവാദിയും ടീച്ചർ എന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളുമായി മുദ്ര കുത്തപ്പെട്ടത്. അതിന് കാരണവും ഈ മാധ്യമ പ്രവർത്തകയാണ്. അന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഇവർക്ക് കിട്ടിയ സ്വീകാര്യത വലുതാണ്. സത്യത്തിൽ സംഘപരിവാറിനെ കുറിച്ച്, അല്ലെങ്കിൽ സംഘപരിവാർ വിരോധം പറയുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ഇറക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ തന്നെയാണ്. ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു മാധ്യമ പ്രവർത്തക, ഒരുപക്ഷെ നികേഷ് കുമാറിന്റെ കെട്ടകാലത്ത്, അതായത് റിപ്പോർട്ടർ ചാനലിന്റെ കെട്ടകാലത്ത് ഒരാളും ഇല്ലാതിരുന്നപ്പോൾ മാത്രം വാർത്ത വായിക്കാൻ നിയോഗിക്കപ്പെട്ടൊരു മാധ്യമ പ്രവർത്തക. മറ്റുള്ള നിരവധി റിപ്പോർട്ടർമാരുണ്ടായിരുന്നപ്പോൾ പലതവണ നികേഷ് കുമാറിന്റെ അടുത്ത് പോയി തന്നെ വാർത്ത വായിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നികേഷ് കുമാർ നിരാകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആരുമില്ലാതെ വന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും വായിക്കണമല്ലോ എന്ന് വെച്ചുകൊണ്ട് നികേഷ് കുമാർ അവിടെ ഇരുത്തി. സംഘപരിവാർ വിരോധം, ദിലീപിനെതിരെയുള്ള ആക്രമണം, വൺ സൈഡഡ് ആയിട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ ഒരു ഭാഗത്തിന്റെ പൊന്നോമനയാക്കി ഇവരെ മാറ്റി. അങ്ങനെ ഇവർ വലിയ മാധ്യമ പ്രവർത്തകയാണ് എന്ന ലേബലൊക്കെ ഉണ്ടായി. കൃത്രിമത്വം നിറഞ്ഞ സംഭാഷണം, നമുക്കറിയാം താൻ എന്തോ മഹാസംഭവമാണെന്ന ഭാവം, ഇതൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ചാനൽ ചർച്ചയിൽ വന്ന് ചർച്ചയ്ക്ക് വരുന്ന നേതാക്കന്മാരെ എല്ലാം സോപ്പിട്ട് അവരുമായി ബന്ധം സ്ഥാപിക്കൽ. അങ്ങനെ BJP-യിലെ ചില നേതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവരായി ഇവർ മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ട്വിസ്റ്റ്. റിപ്പോർട്ടർ ചാനലിൽ നിന്നും പൊടുന്നനെ പുറത്തു വരുന്നു. റിപ്പോർട്ടർ ചാനൽ സംഘപരിവാർ പക്ഷത്തേക്ക് മാറുകയാണെന്നും സംഘപരിവാറിന്റെ ഫണ്ട് കൊണ്ടാണ് റിപ്പോർട്ടർ പ്രവർത്തിക്കുന്നതെന്നുള്ള വാദമൊക്കെ നിരത്തുന്നു. അതുകൊണ്ട് താൻ രാജിവെക്കുന്നുവെന്ന് ആദർശത്തിന്റെ മുഖമൂടി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായി അറിയാം. സംഘപരിവാർ വിരോധം കൊണ്ടോ സംഘപരിവാർ ഫണ്ട് അവിടെ വന്നതുകൊണ്ടോ അല്ല. സുജയ് പാർവതിയെ റിപ്പോർട്ടർ TV-യിൽ തന്റെ മേലുദ്യോഗസ്ഥയാക്കിയത് സഹിക്കവയ്യാതാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലും അപ്പുറം ഏതാണ്ട് സുജയ് പാർവതി അവിടെ എത്തുന്നതിനും ഈ ചാനൽ ലോഞ്ച് ചെയ്യുന്നതിനും മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം അന്നു മുതൽ തന്നെ, അതായത് റിപ്പോർട്ടർ ചാനൽ ലോഞ്ച് ചെയ്ത് 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ഈ മുതലാളിമാരുണ്ടായിരുന്നു, ഇപ്പോഴത്തെ മരമിട്ട് മുതലാളിമാർ. ആ മരമിട്ട് മുതലാളിമാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് അവരുടെ ശമ്പളം വാങ്ങിയവർ ഒരു സുപ്രഭാതത്തിൽ തനിക്ക് ഉയർന്ന സ്ഥാനം കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി സംഘപരിവാറിനെ ആക്രമിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റി. എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ മുതലാളി എന്താണ് ചെയ്തതെന്ന് നമുക്കിപ്പോൾ അറിയാമല്ലോ. റിപ്പോർട്ടർ ചാനലിലെ മുതലാളി വളരെ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു ചരിഞ്ഞു പോകുന്നത് നമ്മൾ പിന്നീട് കാണുന്നതുമാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ഇവരെങ്ങനെയാണ് BJP-യുടെ നേതാക്കന്മാരുടെ PR എടുത്തത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് BJP വിശദീകരിക്കേണ്ടി വരും. അപർണ സെൻ എന്ന മാധ്യമ പ്രവർത്തകയെ അറിയാത്തവരല്ല BJP സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. MT രമേശും PK കൃഷ്ണദാസും അടക്കമുള്ള, ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ ഇതാരെന്ന് അറിയില്ലായിരിക്കാം, അത് 100% ശരിയാണ്, അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ PK കൃഷ്ണദാസും രാജീവ് ചന്ദ്രശേഖറും K സുരേന്ദ്രനും അടക്കമുള്ളവർ എല്ലാവർക്കും ഇവരെ അറിയാം. അവിടെ K സുരേന്ദ്രനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു കാരണം കൂടിയുണ്ട്. K സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലല്ലാതെ മറ്റൊരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്നില്ല. എന്നാൽ കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന
എസ് സുരേഷിനും അതുപോലെ തന്നെ MT രമേശിനും PK കൃഷ്ണദാസ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും അപർണ സെന്നിനെ നന്നായി അറിയാം. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അടക്കം. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതല, അതായത് PR പ്രചരണ ചുമതല ഏറ്റെടുത്തത് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 18ഓളം സ്ഥലങ്ങളിൽ PR ചെയ്തത് ഈ മഹതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഞാനിത് പറയുമ്പോൾ ഈ സംഘപരിവാർ അനുകൂലികളും BJP പ്രവർത്തകരും സംഘപരിവാർ നേതാക്കന്മാരും BJP നേതാക്കന്മാരും എനിക്കെതിരെ തിരിഞ്ഞ് എനിക്ക് ഇത് കിട്ടാത്തതിൻ്റെ PR കിട്ടാത്തതിൻ്റെ കുശുമ്പാണെന്ന് പറയേണ്ട. ഞാൻ PR കമ്പനി നടത്തുന്നില്ല, എനിക്ക് PR നടത്താൻ താല്പര്യവുമില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്. ജീവിക്കുന്ന അത്രയും കാലം മാധ്യമ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. പിന്നീട് ലോ പഠിക്കുന്നുണ്ട്. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനം നിർത്തിയാൽ ലോ പ്രാക്ടീസ് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് PR കമ്പനി നടത്താനുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ലാത്തിടത്തോളം കാലം എനിക്കിത് പറയാനുള്ള അവകാശം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, PR കമ്പനി ആര് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, പക്ഷേ സംഘപരിവാറിനെ ഇത്രയധികം കടന്നാക്രമിക്കുന്ന ഒരാൾക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ഥാനാർത്ഥിയുടെ PR എന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി, അവർ ആരെ കാണുന്നു, എല്ലാ ദിവസവും എവിടെ പോകുന്നു, എന്താണ് ഇലക്ഷൻ്റെ ട്രെൻഡുകൾ, എന്തൊക്കെയാണ് വോട്ട് പിടിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവരെടുത്ത PR എടുത്തവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ PR എടുത്തിട്ടുള്ള ചിലരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ പ്രകടമായി ഇവർ PR എടുത്ത ആൾക്കാരുണ്ട്. അതിലൊന്ന് കാസർഗോഡ് നിന്നുള്ള ML അശ്വിനിയാണ്. ML അശ്വിനി 1ാം സ്ഥാനത്തേക്ക് എത്തും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ML അശ്വിനിയുടെ സ്ഥാനം എവിടെയാണ് എന്ന് ആലോചിക്കണം. മറ്റൊന്ന് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാൽ വിജയം ഉറപ്പിച്ചിരുന്നതാണ്. പത്മജയെ തോപ്പിച്ചതും ഈ സ്ട്രാറ്റജിയിലെ ചില പാളിച്ചകളും അവിടുത്തെ കാലുവാരലുമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇനി അടുത്തത് ജിതിൻ. കരുനാഗപ്പള്ളിയിൽ മത്സരിച്ചിരുന്ന ജിതിൻ വളരെ പ്രതീക്ഷ ഉണർത്തിയ ഒരാളായിരുന്നു. അയാളുടെയും അവസ്ഥ എന്താണ്? കാട്ടാക്കടയിൽ കൃഷ്ണദാസ് ഓരോ ലക്ഷം രൂപ വെച്ചാണ് ഓരോ ദിവസവും വാങ്ങിയിരുന്നതെന്നാണ് എൻ്റെ അറിവ്. കൃഷ്ണദാസിൻ്റെ കയ്യിൽ നിന്നും ഓരോ ലക്ഷം രൂപ ദിവസവും വാങ്ങിയിരുന്നു. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും PR ചെയ്തിരുന്നത് ഈ ഇടതുപക്ഷ ടീമായിരുന്നു. ഇനി ഇവരുടെ ഗുരു എന്നിവർ അവകാശപ്പെടുന്ന MV നികേഷ് കുമാറിനോട് ആരോ പറഞ്ഞ് MV നികേഷ് കുമാർ ഈ വിഷയം അറിയുമ്പോൾ അപർണയെ വിളിച്ച് ചോദിച്ചു എന്നാണ് എൻ്റെ അറിവ്. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താൻ പോയതാണ് എന്നാണ്. ഏതായാലും കേരളത്തിലെ BJPയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പണം കൊടുത്ത് BJPയിലേക്ക് ഇവരെ ആനയിച്ചത് ആരാണ്? കോഴിക്കോട് നിന്നുള്ള BJPയുടെ ചില നേതാക്കന്മാരാണ്. ഇനി കോഴിക്കോട് നിന്നുള്ള നേതാക്കന്മാർ ഇവരെ ഇവിടെ കൊണ്ടുവന്നത് മിഥുൻ വിജയകുമാർ എന്ന് പറയുന്ന ഒരു ചാനൽ ചർച്ചകൾക്ക് പോകുന്ന സംഘപരിവാർ അനുകൂലി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വഴിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവരുമായി ഏറ്റവും അടുപ്പമുള്ള കോഴിക്കോട് നിന്നുമുള്ള തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള ഒരു നേതാവാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഗുണമുണ്ടാക്കിയത് സംഘപരിവാറിനെ വിറ്റു തിന്നുന്ന, സംഘപരിവാറിനെ എക്കാലവും വിറ്റു നിന്നുകൊണ്ടിരുന്ന അപർണ സെൻ എന്ന മാധ്യമ പ്രവർത്തകയ്ക്കാണ്. ഇനിയെങ്കിലും കേരളത്തിലെ അണികൾ മനസ്സിലാക്കുക, ഇവരൊക്കെ തമ്മിലുള്ള അന്തർധാര വളരെ അടുത്തതാണ്. സംഘപരിവാറിന് വേണ്ടി ജീവിതകാലം മുഴുവൻ സംഘപരിവാർ ആദർശങ്ങളിൽ ഊന്നി ജീവിക്കുന്ന നിരവധി പേരെ എനിക്കറിയാം. എന്നെ തന്നെ പലരും വിളിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വണ്ടിക്കൂലി ഇല്ലാതെ തിരുവനന്തപുരത്തൊന്ന് വരാൻ, ഏതെങ്കിലും മീറ്റിങ്ങുകൾ കയറാൻ വണ്ടിക്കൂലി ഇല്ലാതിരിക്കുന്ന ചില പ്രവർത്തകരെ എനിക്ക് കേരളത്തിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സംഘപരിവാറിൻ്റെ ആശയങ്ങൾ പേറുന്ന സാധാരണക്കാരായ സംഘപരിവാറുകാരെ വിറ്റു തിന്നാനുള്ള അവസരമാണ് ചിലപ്പോഴെങ്കിലും ചില നേതാക്കന്മാരെങ്കിലും ഇതിലുണ്ടാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ആരാണെന്നും സംഘപരിവാറിന് എതിരാണോ എന്നും അല്ലെങ്കിൽ ഇത്രയധികം വിഷം വമിക്കുന്ന ആളാണെന്നും അറിയാനുള്ള സംവിധാനങ്ങളില്ല. അദ്ദേഹത്തിന് അറിയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ്, അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ബാക്കിയുള്ള BJPയുടെ സംഘടനാ ചുമതലയുള്ള S സുരേഷിനോ അല്ലെങ്കിൽ MT രമേശിനോ PK കൃഷ്ണദാസോ അടക്കമുള്ളവർക്ക് ഇതറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാനേ കഴിയില്ല. യഥാർത്ഥത്തിൽ BJPയെ തോൽപ്പിക്കുന്നത്, ജീവിതകാലം മുഴുവൻ BJPക്ക് വിനയായി തീരുന്നത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണെന്ന് പറയാതെ വയ്യ. സംഘപരിവാർ അനുകൂലികളായ നിരവധി പേർ PR-മായി BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അവർക്കാർക്കും കിട്ടാത്ത PR അപർണയ്ക്ക് നൽകിയതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് ഇനിയെങ്കിലും ഈ നേതാക്കന്മാർ പറഞ്ഞേ മതിയാകൂ. അതിൽ ചിലരുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. അവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാനും സാധിക്കുന്നു.